സമീപകാല കേരള രാഷ്ട്രീയം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ സമരം. തലസ്ഥാന നഗരിയെ ചെങ്കടലാക്കിയ, പ്രതിഷേധത്തിന്റെ മഹാസമുദ്രത്തിൽ മുക്കിയ സോളാർ സമരം. 2013 ഓഗസ്റ്റ് 12 സെക്രട്ടേറിയറ്റ് വളയാൻ ഇടതുമുന്നണി തീരുമാനിക്കുന്നു. ഓരോ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും 4 പേർ വീതം തിരുവനന്തപുരത്തേക്ക് എത്തണമെന്ന് CPM-ന്റെ നിർദ്ദേശം. അതുപോലെ തന്നെ എല്ലാ ഘടകകക്ഷികളും ആളെ കൂട്ടി. ഓഗസ്റ്റ് 11 തലേ ദിവസം തന്നെ സെക്രട്ടേറിയറ്റും പരിസരവും ജനസാഗരമായി. ഇടതുമുന്നണി പ്രഖ്യാപിച്ചത് സെക്രട്ടേറിയറ്റ് മുഴുവൻ വളഞ്ഞുള്ള പ്രതിഷേധം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം കടന്നുപോകുന്ന ഈ കണ്ടോൺമെന്റ് ഗേറ്റിന് മുന്നിലെ സമരം താൻ നയിക്കാമെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഇടതുമുന്നണി അറിയിച്ചു. പക്ഷേ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി ഈ ഗേറ്റ് തുറന്നിടാനായിരുന്നു തീരുമാനം. മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തലസ്ഥാനത്ത് സംഗമിച്ചു. ഉമ്മൻചാണ്ടിയുടെ രാജിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് നേതാക്കൾ പ്രഖ്യാപിക്കുന്നു. ഇനി കാപട്യത്തിന്റെ മൂർത്തീകരണമായ ഉമ്മൻചാണ്ടി അടിയന്തരമായി ചെയ്യേണ്ടത് രാജിവെച്ച് അന്വേഷണം നേരിടലാണ്. ആ സദ്ബുദ്ധി ഉദിച്ചാൽ നല്ലത്. ഇത് പ്രവർത്തകർക്കിടയിലും വലിയ ആവേശമുണ്ടാക്കി. തലസ്ഥാനത്ത് പോലീസും സമരക്കാരും മാത്രമെന്നതായി സ്ഥിതി. കാരണവശാലും പോകില്ല, ഉമ്മൻചാണ്ടി രാജിവെക്കണം, അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് പോകൂല. ഇനി മുറി നിഷേധിച്ചാലും എന്തായാലും നിഷേധിച്ചാലും നമ്മൾ ഈ റോഡിൽ കിടക്കും. ഉമ്മൻചാണ്ടി രാജിവെക്കുന്നവരെ ഇവിടെ തന്നെ കിടക്കും. അതിലൊരു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രവർത്തകരെ എങ്ങനെ നിയന്ത്രിക്കണമെന്നറിയാതെ ഇടതുമുന്നണിയും പകച്ചു നിന്നു. പിന്നീടാണ് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ സുപ്രധാന നീക്കങ്ങൾ കേരളം കണ്ടത്. സെക്രട്ടേറിയറ്റിന് അവധി കൊടുത്ത് ഉമ്മൻചാണ്ടി അങ്ങ് പോയി. പിന്നീട് എങ്ങനെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നായി ഇടതുമുന്നണി തലത്തിലെ ചർച്ച. സോളാർ വിവാദവുമായി ബന്ധപ്പെട്ടുയർന്ന മുഴുവൻ പ്രശ്നങ്ങളിലും ജുഡീഷ്യൽ അന്വേഷണമാകാമെന്ന് ഉമ്മൻചാണ്ടി നേരത്തെ പറഞ്ഞതാണ്. അതൊന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇടതുമുന്നണി വിശ്വവിഖ്യാതമായ സോളാർ സമരം പിൻവലിച്ചു. കാരണമെന്തെന്ന് ഇപ്പോഴും ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ രാജിയായിരുന്നു ഇവിടേക്ക് വന്ന പ്രവർത്തകരുടെ ആവശ്യം. അത് നിറവേറ്റാതെ അവർക്ക് മടങ്ങേണ്ടി വന്നു. ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ഞങ്ങൾ നിരന്തരമായി മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച കാര്യങ്ങൾ ഉന്നയിക്കുന്നതിനും നിയമസഭാവേദി ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്ലിഫ് ഹൗസ് ഉപരോധ സമരം അതോടുകൂടി ഇന്നോടുകൂടി സമാപിപ്പിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് ബേക്കറി ജംഗ്ഷനിൽ സമരം നയിച്ചിരുന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന തോമസ് ഐസക്കിന് പോലും എന്തുകൊണ്ടാണ് സമരം നിർത്തിയത് എന്ന് മനസ്സിലായതേയില്ല. AKG സെന്റർ കേന്ദ്രീകരിച്ച് നടന്ന ചില നിർണായക ചർച്ചകളാണ് സമരം അവസാനിപ്പിക്കാൻ കാരണമായതെന്നാണ് പുറത്തുവന്ന അഭ്യൂഹങ്ങൾ. എന്തായാലും അന്ന് മുതൽ ഉയർന്നു വന്ന ചോദ്യമാണ്, എന്ത് പൊളിറ്റിക്കൽ സെറ്റിൽമെൻ്റാണ് സോളാർ വിഷയത്തിലുണ്ടായത് എന്ന്. ഇടയ്ക്കിടയ്ക്ക് ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വരും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തേതാണ് ജോൺ മുണ്ടക്കയത്തിൻ്റേത്.